ഹായ് ഗായ്സ്, ഗലിപ്പുറം ന്യൂഡ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫിഫ്ത്ത് വീക്ക് ഒഫീഷ്യലുകൾ വാശേറിയ വോട്ടും വരാണ്ടാണ് ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണി വരെയാണ് ഒഫീഷ്യൽ വോട്ട് സ്റ്റാറ്റസാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 15 മത്സരാർത്ഥികളാണുള്ളത്. 15 മത്സരാർത്ഥികളിൽ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും ആർക്കാണ് വോട്ട് ചെയ്യുന്നതും കൂടെ ഈ വീഡിയോയുടെ കമൻറ്റായിട്ട് ഏർപ്പെടുത്തുക. അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യുക, എന്നാൽ മാത്രമേ ആ മത്സരാർത്ഥി സേവാകത്തുള്ളൂ. അതോടൊപ്പം ഒരു മണിക്കൂറിലെ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങളും ബിഗ് ബോസ് സംബന്ധപ്പെട്ട എല്ലാ ന്യൂസും അറിയാൻ നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് 3 മണി വോട്ടിംഗ് റിസൾട്ടിൽ 1-ാം പൊസിഷൻ അനുമോൾ തന്നെയാണ് തുടരുന്നത്. യാതൊരു മാറ്റവുമില്ലാണ്ട് തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ്. മറ്റുള്ള മത്സരാർത്ഥികളിൽ നിന്ന് ബഹുദൂരം മുന്നിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ 17,679 വോട്ട് നേടി 1-ാം പൊസിഷൻ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. 2-ാം പൊസിഷനിൽ അനീഷ് തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. ഒരു ഘട്ടത്തിലും പിന്നിലേക്ക് പോവാതെ 2-ാം പൊസിഷനിൽ വന്നതിന് ശേഷം നല്ലൊരു വോട്ടിംഗ് പ്രകടനമായി മുന്നേറുകയാണ്. ഇപ്പോൾ 15,001 വോട്ട് നേടി 2-ാം പൊസിഷനിൽ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. 3-ാം പൊസിഷനിൽ ഷാനവാസ് ഉള്ളത്. ഷാനവാസിന് ഇപ്പോൾ 14,321 വോട്ട് നേടി 3-ാം പൊസിഷനിൽ തന്നെ തുടരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. 4-ാം പൊസിഷനിൽ നൂറയാണുള്ളത്. നൂറ ഇപ്പോൾ ഏകദേശം ഷാനവാസുമായി വളരെ ചെറിയൊരു വോട്ടിന് വ്യത്യാസം മാത്രമേ ഉള്ളൂ. നല്ലൊരു മുന്നേറ്റമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഷാനവാസുമായി നടത്തുന്നത്. ഇപ്പോൾ 4-ാം പൊസിഷനിൽ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. 5-ാം പൊസിഷനിൽ ജിസേൽ തക്രാൽ തന്നെയാണ് തുടരുന്നത്. ജിസേൽ തക്രാൽ ഇപ്പോൾ 13,340 വോട്ട് നേടി 5-ാം പൊസിഷനിൽ തന്നെ തുടരുന്ന കാഴ്ചയാണ് ഉള്ളത്. 6-ാം പൊസിഷനിൽ ആദിലയാണുള്ളത്. ആദിലയ്ക്ക് ഇപ്പോൾ ചെറിയ രീതിയിലുള്ള വോട്ടിംഗ് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ 12,211 വോട്ടാണ് നേടിയിരിക്കുന്നത്. എന്നിരുന്നാൽ കൂടെ ഇപ്പോൾ 6-ാം പൊസിഷനിൽ സുരക്ഷിതമായി തന്നെ തുടരുകയാണ്. 7-ാം പൊസിഷനിൽ രേണുസുതിയാണുള്ളത്. രേണുസുതി ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ആദിലുമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഒരു ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ ഈ പൊസിഷന് മാറ്റം വരാം. ഇപ്പോൾ 12,200 വോട്ട് നേടി 7-ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 8-ാം പൊസിഷനിൽ അഭിലാഷ് തന്നെ തുടരുകയാണ്. അഭിലാഷ് നല്ലൊരു വോട്ടിംഗ് പ്രകടനം കാഴ്ചവെച്ച് സുരക്ഷിതമായി തന്നെ 8-ാം പൊസിഷനിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ 11,990 വോട്ട് നേടിയാണ് 8-ാം പൊസിഷനുള്ളത്. 9-ാം പൊസിഷനിൽ അക്ബർ ഖാൻ വളരെയധികം മുന്നേറുകയാണ്. നല്ലൊരു വോട്ടിംഗ് പ്രകടനമാണ് ഇപ്പോൾ ഉള്ളത്. ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് 9-ാം പൊസിഷനിൽ നിൽക്കുന്നത്. ഏത് നിമിഷവും ഈ പൊസിഷൻ മാറാം. ഇപ്പോൾ 11,990 വോട്ട് നേടി അഭിലാഷുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 10-ാം പൊസിഷനിൽ ബിന്നിയാണുള്ളത്. ബിന്നിക്ക് നല്ല രീതിയിലുള്ളൊരു വോട്ടിംഗ് കുറവ് കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ 11,670 വോട്ട് നേടി 10-ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 11-ാം പൊസിഷനിൽ അപ്പാനി ശരത്താണുള്ളത്. അപ്പാനി ശരത്തിനും നല്ല രീതിയിലുള്ളൊരു വോട്ടിംഗ് പ്രകടനം നടത്താൻ സാധിച്ചിട്ടില്ല. എന്നിരുന്നാൽ കൂടെ ബിന്നിയുമായിട്ട് ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ചെറിയ വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 11,387 വോട്ട് നേടി 11-ാം പൊസിഷനാണുള്ളത്. 12-ാം പൊസിഷനിൽ ആര്യൻ ഖത്തുറിയ തന്നെ തുടരുകയാണ്. ആര്യൻ ഖത്തുറിയ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വോട്ടിംഗ് പ്രകടനം നടത്തി 10,700 വോട്ട് നേടി അപ്പാനി ശരത്തിൻ്റെ തൊട്ട് പിന്നിലായി 12-ാം പൊസിഷനിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. 13-ാം പൊസിഷനിൽ റെന ഫാത്തിമയാണുള്ളത്. റെന ഫാത്തിമ ഇത്തവണ പുറത്തു പോകുന്ന തരത്തിലുള്ള ഒരു വോട്ടിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 10,500 വോട്ട് നേടി 13-ാം പൊസിഷനിൽ നിന്ന് ഡേഞ്ചർ സോണിൽ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. 14-ാം പൊസിഷനിൽ നീൽ സാബുവാണുള്ളത്. യാതൊരു മുന്നേറ്റവുമില്ലാതെ 14-ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. ഡേഞ്ചർ സോണിലാണ്. പുറത്തു പോകാൻ ചാൻസ് കൽപ്പിക്കുന്ന മത്സരാർത്ഥിയാണ്. ഇപ്പോൾ 10,102 വോട്ട് നേടി 14-ാം പൊസിഷനുള്ളത്. 15-ാം പൊസിഷനിൽ ശൈത്യ സന്തോഷാണ് ഉള്ളത്. ശൈത്യ സന്തോഷം പുറത്തു പോകുന്ന ഉറപ്പിക്കുന്ന തരത്തിലുള്ള വോട്ടിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 9,990 വോട്ട് നേടി 15-ാം പൊസിഷനാണുള്ളത്.